ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയത് ഒരു സ്ഥലത്തും കിട്ടുന്നുണ്ടായിരിക്കും. റെസിപ്പി ഉണ്ടാക്കാനും ഇതില് നമ്മൾ തയ്യാറാക്കാൻ പോണ ശംഖുപുഷ്പത്തിന്റെ ഡ്രിങ്കാണ് ഇത്. നല്ല ഔഷധ ഗുണമുള്ളതാണ്. എടുക്കാൻ പോവേണ്ട 2-3 വട്ടം കഴുകണം ഇത്. എന്നാലേ അതിൽ ആ പൊടികളൊക്കെ പോകുള്ളൂ. ഞാനിതിലേക്ക് തിളപ്പിക്കാൻ വേണ്ടി 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണേണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതായത് കണ്ട കളർ കണ്ട അടിപൊളിയാണ്. കണ്ടത് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമായിട്ടിത്. എടുക്കണേണ്ട ഒരു അരിപ്പ വെച്ചിട്ട് നാരങ്ങ കട്ട് ചെയ്യണേണ്. 2 ടേബിൾ സ്പൂൺ നാരങ്ങ പിഴിഞ്ഞത് ഒഴിക്കണേ കേട്ടോ. കൊടുക്കണേ കേട്ടോ. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണേണ്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കും. നല്ല കളറല്ലേ, നല്ല കളറുണ്ട്. ഞാനിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണേ കേട്ടോ. ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണേ. ഇതിലേക്ക് ഞാൻ കസ്കസ് ആഡ് ചെയ്യണേ. ഇപ്പത്തിന് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പം ചൂടുകാലമുള്ള നമ്മൾ ചായ വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല. കാപ്പിയോ ചായ ഒന്നും കുടിക്കരുത്. അതിന് പകരം നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.